ആഘോഷങ്ങൾക്കായി ഒരുക്കങ്ങൾ തുടങ്ങി. ഉടുപ്പൊക്കെ എടുത്തു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ക്രിസ്മസ് പാപ്പ ആവാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കരയിലിറങ്ങാൻ പോകുന്നത്. അവസാനമായിട്ട് ഞാൻ ക്രിസ്മസ് പാപ്പ ആവാൻ പോവാ. ഇതാണ് എന്റെ കോസ്റ്റ്യൂമിന്റെ മുകളിൽ. എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ എങ്ങനെയുണ്ട്? ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയാനില്ല. ഇവിടെ ഉള്ളവരെല്ലാവരും ചതിച്ച് എന്നെ ഒരു പൊസിഷനിലേക്ക് മുഖം മൂടി വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷെ ഡാൻസ് കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടത്തോളം എന്ന് മാത്രമാണ് കൃഷ്ണ പറയുന്നത്. പക്ഷെ അതൊക്കെ എന്തൊരു ട്രിക്കല്ലേ, നമ്മളത് അനുയോജിക്കുന്നില്ല. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെന്താ പറയാ, ഇത് മറ്റേ നമ്മുടെ മറ്റേ പുള്ളിയില്ലേ മുതലക്കുഞ്ഞുങ്ങൾക്ക്, എന്റെ മുതലക്കുഞ്ഞുങ്ങൾക്ക് അത് അയാളെ പോലെ ജോസ് പ്രകാശിനെ പോലെ ഒരു കോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതെ അതെ, ഇത് മൊത്തം സേഫ്റ്റി പിൻ ഊത്തുന്നുണ്ട്. സ്നേഹയാണ് നമുക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, യുവജന സഖ്യത്തിന്റെ. സ്നേഹ എൽസ ആൻഡ് സ്നേഹാസ് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ ദ കോസ്റ്റ്യൂം. ആൻഡ് നമുക്കിനി അരങ്ങിൽ കാണാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കരോളിൽ പോകാൻ പോവാം. അപ്പോൾ നമ്മൾ കരോളിൽ പോകുമ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ ക്രിസ്മസ് പാപ്പ. ഞാനാണ് ഇന്നത്തെ ക്രിസ്മസ് പാപ്പ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടാൻ പോകുന്നത്. അവസരമായിട്ട് ഇതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂംസ് എന്തൊക്കെയാണ് കാണാം. നമുക്ക് ക്രിസ്മസ് പാപ്പ ആവാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം നമ്മളെ മുഖം മറയ്ക്കുമല്ലോ. ഞാൻ മാസ്ക് കാണിക്കാം നിങ്ങള്. ദിസ് ഈസ് ദ മാസ്ക്. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന മാസ്ക്. എനിക്ക് സത്യം പറഞ്ഞ ഈ സാധനത്തിന് എനിക്ക് ഭയങ്കര പേടിയാ. എന്ന് വെച്ചാൽ കുഞ്ഞിലെ തൊട്ട് ഈ സാധനം കാണുമ്പോ തന്നെ എനിക്കൊരു തരം എന്തോ ഒരു എന്താ പറയുന്നത്, പിള്ളേരെ പിടുത്തക്കാരൊക്കെ വരത്തില്ലേ, അതുപോലെ തോന്നുമായിരുന്നു ഈ സാധനത്തിന്. എനിക്ക് പേടിയതിന്. പക്ഷെ ഞാൻ ഈ സാധനം ഇന്ന് ഇടുവല്ലേ, അപ്പൊ ഞാൻ കാണത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഓക്കെ, എന്നപ്പോ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. അയ്യോ, ആ രോമവും ഇതും കൂടെ ഭഗവാൻ എനിക്ക് വേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പിന്നു കുത്തി ഇവിടെ വരെ ഇറങ്ങാം. ഒരു ബെൽറ്റും കൂടെ ഉണ്ട്. ക്രിസ്മസ് പാപ്പായ്ക്ക് ബെൽറ്റ് ഇല്ലേ? ഉണ്ട്. ക്രിസ്മസ് പാപ്പായ്ക്ക് ഒരു ബെൽറ്റും കൂടെ ഉണ്ട്. എനിക്ക് ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ തന്നെയാണ് കർത്താവേ, ഇതാര്? യെസ് കൊള്ളാം. ഈ തടിവ് പോരൂ. എന്താ കാണാൻ കൊള്ളാലോ. നിനക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വേണോടാ? ദൈവം ഇതി താഴെ വരെ പിന്നൂത്തണമല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരെണ്ണം. ഇത് മതിയോ? ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഒരെണ്ണോട്ട് കുത്തിയേക്കാം. കള. ഇനിയും മുടി ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. ഈശ്വര, ഇങ്ങനെ എടുത്തേക്കാം. അങ്ങനെ ഈ ഒരു ബുഷിട്ട് നോക്കി കെട്ടേക്കാം. പറഞ്ഞോണ്ടല്ലോ. എന്റെ ദൈവമേ, ഞാൻ വടിയെടുത്തിട്ട് വരാവേ. ഇത് തെങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് എന്റെ വടി. കൊള്ള. ഞാനിന്ന് കലക്കും. ശാന്ത പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. ശാന്ത പ്രാർത്ഥിക്കാൻ പോവാ. യേശുവേ. ഇനി നമുക്ക് കരോളിന് വരുന്ന ആൾക്കാരെ പരിചയപ്പെടാം. സോ ആദ്യം ഗാനാഞ്ജലിയാണ്. ഗാനാഞ്ജലി ഈസ് ദ ക്യാമറാമാൻ ആൻഡ് ചിരിയോളി ഇൻ ദിസ് വീഡിയോ. ആൻഡ് ദെൻ സെക്കൻഡ് സോന, കൃപ ആൻഡ് റീബി. സോനയും റീബിയും മെയിനായിട്ടും കരോൾ ഗാനത്തിൻ്റെ ആൾക്കാരാണ്. ആൻഡ് കൃപ വന്നിട്ട് ഡ്രമ്മാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് മഹിമ, സ്നേഹ ആൻഡ് മാർട്ടി. ഇവർ മൂന്നാളും പാട്ടിൻ്റെ സെക്ഷന്. ഇത് സനിക വേറൊരു പണിയില്ലാണ്ട് കൂടെ വന്നതാണ് കേട്ടോ. ഞങ്ങള് കഞ്ഞി വിളിച്ചോ.
ഞങ്ങള് ചോറ് കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കാം. ആധികാരികമായ സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നേ? എന്റെ മൂക്കിന്റെ താഴെ പഞ്ചായത്ത് കമ്പർമാര് വട്ടത്തിലൊരു സാധനമല്ലേ വായനല്ല, അത് അടച്ചു വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഐ മീൻ ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇതാണ് നമ്മുടെ പള്ളി. SCS പള്ളി രാത്രിയിൽ കാണാൻ അനുകൂലമാണ്. ക്ഷീണിതേ അവശയായ പാപ്പാനി എന്താ തുടങ്ങി ലാംഗ്വേജ് പറഞ്ഞ സാന്റയ്ക്ക് അവിടുന്ന് കേക്ക് കൊടുത്തു. കേക്ക് ഒന്ന് ശിരസിക്കറി. ഈ ശാന്ത എന്താ അറിയോ, ആൾക്കാരെ ബാക്കിൽ ഒളിച്ചിരിക്കും. സെന്ററിൽ പോയി നിൽക്കണം. യു ആർ സെന്റർ ഓഫ് ദ അട്രാക്ഷൻ. ഓക്കെ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. ആ പള്ളി പാപ്പാനി എന്റെ പാപ്പേനെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഉണ്ടോ എല്ലാവരും ഉണ്ട്. അതുപോലെ നമ്മുടെ കൂടെ ഗാനാഞ്ജലി ഉണ്ട്. ഗാനാഞ്ജലിയാണ് നമ്മുടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഗാനാഞ്ജലിയാണ്. പിന്നെ ഞാൻ കുറച്ചേരം എടുത്തോന്നുള്ളൂ. അതുപോലെ റീബി ഉണ്ട്. റീബി, കം ഓൺ റീബി. ഹായ് ഗായ്സ്. നമ്മള് ഫസ്റ്റ് രണ്ട് വീട് നമ്മള് SCSന്റെ ഹോസ്റ്റലിലും പോയി. ഇപ്പൊ ഏതൊരു അസിസ്റ്റന്റ് വികാരിയുടെ വീട്ടിലും. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. കണ്ടോ, ഇവിടെ പാപ്പാനി ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ നിൽക്കുകയാണ്. കാണുക നിങ്ങൾ പാപ്പാനിയുടെ ആരാധന. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള പിള്ളേര്. ബാക്കിൽ ആരാണോ ചടി കളിക്കുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. കൃപ എന്താ പറയാ, പുലാത്തിൽ പോയിട്ട് സംഭവം ഫീൽ ചെയ്യും. വാട്ട് യു വാണ്ട് ടു സേ? റെസ്റ്റ് എടുക്കാം. നമ്മൾ പക്ഷെ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ പറ്റും. പക്ഷെ സാരല്ല, നമുക്കിനിയിപ്പോ താഴെ പോയി ഞങ്ങള് വാദ്യക്കാരെ പഠിക്കണം. മൈ
எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் ഹാപ്പി ക്രിസ്മസ് ഗായ്സ്, ഹാപ്പി ക്രിസ്മസ്. സമയം 10:38. ഏകദേശം ഒരു 5-6 സ്ഥലങ്ങളിൽ പോയി ഡാൻസ് കളിച്ചു. നടുവ് ഇല്ല. താഴെ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല. എൻ്റെ ഫോൺ അത്രയും ശബ്ദം അട്രാക്ട് ചെയ്യുമെന്നറിയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും പപ്പ എൻ്റെ നടുവിലും എൻ്റെ ശരീരത്തിൻ്റെ ഓരോ എല്ലും ഞാൻ ഈ പറഞ്ഞ ഈ പരിപാടിക്ക് പാപ്പയായിട്ട് ഡാൻസ് കളിക്കാൻ പോകുന്ന എല്ലാവരെയും അയ്യോ ഹാർട്ട്സ് ഓഫ്. ഞാൻ ബട്ട് ആഫ്റ്റർ ഓൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എൻ എക്സ്പീരിയൻസ് ഇറ്റ്സ് പറഞ്ഞാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാത്ത പക്ഷം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഡാൻസിനൊക്കെ. പക്ഷെ കൂട്ടുകാരോടെ ആയതുകൊണ്ട് ചെയ്യുന്നു. സോ ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ്. Merry Christmas. ഹാപ്പി ക്രിസ്മസ്.